നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടവമാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമല്ലാത്ത ചില ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്ര വലിയ പേടിക്കത്തക്ക ദോഷങ്ങളല്ല, ചില ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഈ മാസത്തിൽ. അപ്പോൾ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരുണ്ട്. ചിലർക്ക് കുടുംബജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചില നക്ഷത്രക്കാർക്കാകട്ടെ ഈ മാസം സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് അപ്പോൾ അവർക്കുള്ള പരിഹാര മാർഗവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മാസത്തിൽ ചില വിഷമങ്ങളും ദുഃഖങ്ങളും ചെറിയ രീതിയിൽ അലട്ടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. ഇവർക്ക് കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ, ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിമുട്ടിയിരിക്കുന്നു പറയുന്നത് പോലെ ചെറിയ ചെറിയ, അത് വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ ചെറിയ പറഞ്ഞ് തീർക്കാമെങ്കിൽ പോലും അത് ചെറിയ 1-2 ദിവസത്തിലേക്കൊക്കെ നീണ്ടുപോകുന്ന തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഈ മാസം ഉണ്ടാകുന്നുണ്ട്. വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, അതായത് സാമ്പത്തികപരമായാലും ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും സാമ്പത്തികമായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വ്യാഴവും ആദിത്യനും ജന്മക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാര്യത്തിലേക്ക് നയിക്കുന്നതും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പങ്കാളികൾക്കിടയിൽ പൊരുത്തമില്ലായ്മയും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അധിക ചെലവുകൾ, അതായത് വിചാരിക്കാത്ത സമയത്തുണ്ടാകുന്ന പല ചെലവുകളും നിങ്ങൾക്കത് ഇച്ചിരി പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ഒരിക്കലും അത് തള്ളിക്കളയാൻ പാടില്ല. ചെറിയ ചെറിയ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചെറിയ മുറിവുകൾ, അതായത് തീയുമായിട്ടൊക്കെ അത് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പരിഹാരമായി മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവഭഗവാനെ, നമ്മുടെ ദേവാദിദേവൻ മഹാദേവനെ ആരാധിക്കുന്നതും. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി നേടുന്നതിന് നിങ്ങൾക്ക് മഹാദേവൻ തുണയായി എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാൻ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ കഴിക്കുകയും മഹാദേവനെ അതായത് ദേവാദേവൻ മഹാദേവനെ ഒന്ന് ആരാധിക്കുകയും നമശിവായൊക്കെ ഒന്ന് ജപിച്ച് ഏത് കാര്യത്തിനും പുറത്തോട്ട്, സാമ്പത്തികപരമായ കാര്യങ്ങൾക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി, ഒരു മുൻകരുതലോടുകൂടിയൊക്കെ മുന്നോട്ട് പോകാനും, തർക്കങ്ങളില്ലാതെ പ്രശ്നം ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതെ പറയുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഒത്തൊരുമയോട് പോകാൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉള്ള ആളുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കാൻ കൂടി ഈ ഒരു ഇടവമാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ധനപരമായ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവ്, പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലുള്ള ചെലവുകൾ ഉണ്ടാകാം. യാത്രാപരമായ തടസ്സം, അതായത് പുറത്തോട്ടൊക്കെ പാഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ, ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, അപ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അംഗീകാരം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാവുകയില്ല. നമ്മൾ മറ്റൊരു സ്ഥലത്ത് നമ്മൾക്ക് അംഗീകാരം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട അംഗീകാരം തന്നെ ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരിച്ചിരി താമസം വരും. വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ വിവാഹത്തിൻ്റെയൊക്കെ ഒരു ലെവലിൽ എത്തിയിട്ട് ചിലപ്പോൾ ഒരു തടസ്സം, എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ വരാനുള്ളൊരു ഇതും കാണുന്നുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങളും മുറിവുകളും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പോൾ പഞ്ചാക്ഷരി ശിവമന്ത്രങ്ങൾ ഉച്ചരിക്കാനും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാൻ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗം. ഈ ഇടവമാസം കഴിയുന്നതുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ നീങ്ങുന്നതാണ്. ഈ ഒരു മാസം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. മറ്റുള്ള വ്യക്തികളുമായി വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ വൈരാഗ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അത് ഈ മാസം തീരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈരാഗ്യം, ചില വാക്കുകൾ വായിന്നൊരു അനക്ഷരം വീണു പോയാൽ, അതായത് ഒരു തെറ്റായ ഒരു അനക്ഷരം വീണു പോയാൽ ചിലപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടാതിരിക്കാനും ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്തത് അല്പം സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാർ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ലാത്ത ഒരു മാസമാണ് ഇടവമാസം. യാത്രാ സംബന്ധമായ ചില അലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വിദേശത്തൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവരും വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും യാത്രാ സംബന്ധമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചതി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പണമൊക്കെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയും അല്ലെങ്കിൽ ഏജന്റുമാർക്കൊക്കെ കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കാൻ ഇനി കൊടുത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പണം ഏജന്റുമാർക്കൊക്കെ കൊടുക്കാൻ ഇരിക്കുന്ന ആളുകൾ, ജോലിയുടെ ഭാഗമായി കൊടുക്കാനിരിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കേണ്ട. ബിസിനസ്സുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും പുതിയ ഡീലുകൾ ഉറപ്പിക്കുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചെറിയ അപകടങ്ങൾ, അതായത് മുറിവുകളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശിവസ്തുതി മുടക്കാൻ പാടുള്ളതല്ല. ശിവനെ പ്രാർത്ഥിച്ച് ചെമ്പരത്തി പൂ സമർപ്പിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഉത്തമമാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മഹാദേവനെ പ്രാർത്ഥിച്ച് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും മഹാദേവന് വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതായത് കുളിച്ച് ശുദ്ധമായി വന്ന് മഹാദേവനെ ഓം നമഃശിവായ മന്ത്രത്തോടു കൂടി മഹാദേവനെ ഒന്ന് ആരാധിക്കുന്നത് ഈ ഒരു മാസം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം തരും, നല്ലൊരു വഴി തെളിയിച്ചു തരുന്നതും ആയിരിക്കും. ഇനി അതിൽ അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഇവർക്കും അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. ലഭിക്കേണ്ട കാര്യങ്ങൾ പോലും തടസ്സം, അതായത് ഇന്ന് കിട്ടേണ്ട ഒരു കാര്യം ഈ മാസം എങ്ങനെയെങ്കിലും അത് ഡിലേ ആയി അടുത്ത മാസം ആവട്ടെ എന്നൊരവസ്ഥ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ സാങ്ഷൻ ആവേണ്ട ഒരു സമയമാണെങ്കിൽ പോലും ഈ മാസം അത് എന്തെങ്കിലും കാരണം കൊണ്ട് തട്ടി നീങ്ങി അടുത്ത മാസത്തിലേക്ക് പോകും. അപ്പോൾ ധനസംബന്ധമായ ഒരു തടസ്സം, ചെറിയ ധനസംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വിചാരിച്ചതുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ സാധിക്കത്തില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് പൂർണ്ണ എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും എന്തോ നമ്മൾക്കൊരു ഇഴച്ചിലുണ്ടാകുന്ന ഒരു സമയമാണ്. അത് വിഷമിക്കേണ്ട. അതുപോലെ ധനം മറ്റുള്ളവർ കടം കൊടുക്കാതിരിക്കാൻ ഈ മാസം ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടല്ലോ. കാരണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത പണം ചിലപ്പോൾ തിരിച്ച് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യം ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ അയാൾ നാളെ നമുക്ക് തരുമെന്നുള്ളത് എങ്ങനെയെങ്കിലും ഉറപ്പ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ, അത്ര പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ആണെങ്കിൽ, അതായത് നമ്മുടെ ചോദിക്കുന്ന ആൾക്ക് നമ്മളോടിപ്പം കടം ചോദിക്കുന്ന ആ ആൾ നമ്മളെ നേരത്തെ ഒരിക്കൽ സഹായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ഒരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ നമ്മളൊരു നന്ദികേട് കാണിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പണം കൊടുക്കുമ്പോൾ അത് തിരികെ കിട്ടുമെന്നുള്ള ഉറപ്പ് കൂടി നമ്മൾ വാങ്ങിക്കാനൊന്ന് ശ്രമിക്കണം. അല്ലെങ്കിൽ പണം കിട്ടാതെ വരും. ഈ ഒരു മാസം നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ശിവന് ധാരയും ശിവക്ഷേത്രത്തിൽ പിൻവിളക്കും നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സന്ധ്യാസമയങ്ങളിൽ ശിവമന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രം, ഏത് വീടിനും ഭവനത്തിനടുത്തും ശിവക്ഷേത്രം, ദേവീക്ഷേത്രം, അങ്ങനെ ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് ശിവക്ഷേത്രം ഇല്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അടുത്ത് ശിവക്ഷേത്രം ഉള്ളവരാണ്. ഒന്ന് ചിലപ്പോൾ നടന്നു പോകാൻ പറ്റുന്ന ദൂരമായിരിക്കും, ചിലപ്പോൾ വാഹനത്തിൽ പോകാൻ പറ്റുന്ന ദൂരം. ഏതായാലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, പിൻവിളക്ക് സമർപ്പിക്കുക, ഭഗവാൻ കാത്തുകൊള്ളും. ഇനി അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ലാത്തൊരു സമയമാണ് ഇടവമാസം. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെ വരും. കാരണം നമ്മൾ ഇതുവരെയും കാര്യങ്ങൾ ചിലർ പറയാറില്ലേ, ഇതുവരെ നീ നല്ല തീരുമാനം എടുത്തുകൊണ്ടിരുന്നവരാണ്, നിനക്ക് ഇപ്പം പെട്ടെന്ന് എന്തോ പറ്റി, നിന്റെ തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് പറയുന്നില്ല. അതുപോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ നമ്മൾ തീരുമാനം തെറ്റായി പോയി എന്നൊരു അവസ്ഥയിലേക്ക് വരികയും ദാമ്പത്യ സുഖം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യ സുഖം, അതായത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരു ഒരുമയില്ലായ്മ എന്നൊരു അവസ്ഥ വരുന്നതിന് സാധ്യതയുണ്ട്. കടബാധ്യതകളും, അതായത് എന്തെങ്കിലും കടം വാങ്ങിക്കേണ്ടി വരുന്നൊരവസ്ഥ, കടം വാങ്ങിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സമ്പത്ത് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലല്ലേ മറ്റുള്ള ഒരാളിൽ നിന്ന് സഹായം വാങ്ങിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമ്പത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് നമുക്ക് അതും തികയാതെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കടക്കാരനാവേണ്ട ഒരു അവസ്ഥയും വരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായും നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമശിവനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങളും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതാണ് വളരെ ഗുണകരമായ ഒരു മാറ്റം തരും. വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ മാസം കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ വീണ്ടും
ഉന്നതിയും സാമ്പത്തികമായ ഒരു ഉന്നമനവും എല്ലാം ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ലാത്തൊരു സമയമാണ്. പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സ്വാതന്ത്ര്യക്കുറവ് നമുക്ക് അനുഭവപ്പെടുന്നു പറഞ്ഞാൽ ജോലി സ്ഥലത്തായാലും മറ്റുള്ളവരിൽ നമ്മളൊരു അടിമയായിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമുക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന് അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ കർമ്മരംഗത്ത് കോട്ടങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ ഇത്രയും കർമ്മരംഗം നമ്മുടെ കർമ്മമേഖല ഏതാ അവിടെ നമ്മൾ ഇന്നലെ വരെ ഒരു പേര് നമ്മളൊരു നെയിം അവിടെ ഒരു ഡിഗ്നിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് നമ്മൾക്കൊരു തടസ്സമൊക്കെ വരാനുള്ള ഒരു സാധ്യത ഈ മാസമുണ്ട്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത, ചിലത് ചെറിയ ചെറിയ ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി ജപിക്കുന്നത് നല്ലതാണ്. ധാരയും പിൻവിളക്കും ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോളൂ. ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഇടവമാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നക്ഷത്രക്കാരാണ് ഈ ഇടവമാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതായത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അധികമുള്ളത്. പിന്നെ ശാരീരികമായി ഇപ്പോൾ മഴക്കാലമാണ്, മഴ നനഞ്ഞാൽ മതി ഒരാഴ്ച പനി പിടിച്ച് കിടക്കാനുള്ളതാകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യമൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ കൂടി, സ്വന്തം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായി മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് കടം കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇവർക്കും ഗുണകരമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.